കാസർഗോഡ് ചെങ്കള മുതൽ ചട്ടഞ്ചാൽ വരെ ദേശീയപാതയിലൂടെയുള്ള യാത്ര ജീവൻ പണയം വെച്ചുകൊണ്ടാണ്. ശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെ തുടർന്ന് അപകട ഭീഷണിയിലാണ് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ. സർവീസ് റോഡും ഡ്രെയിനേജും ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള പാതയുടെ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. കഴിഞ്ഞ കാലവർഷത്തിലുണ്ടായ മണ്ണിടിച്ചിൽ തലനാഴിഴയ്ക്കാണ് ഇവിടെ വൻ ദുരന്തം ഒഴിവായത്. ദേശീയപാതയിൽ രണ്ടാം റീച്ചായ ചെങ്കള മുതൽ തളിപ്പറമ്പ് വരെയാണ് വലിയ അപകടാവസ്ഥയിൽ. അതിലേറ്റവും വലിയ അപകടാവസ്ഥയുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ബേവിഞ്ച എന്ന് പറയുന്ന സ്ഥലം. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്രത്തോളം അപകടകരമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നത്. അതായത് ചെങ്കള മുതൽ ചട്ടഞ്ചാല വരെ 8 കിലോമീറ്ററിലാണ് വലിയ തോതിൽ അപകട ഭീഷണിയുള്ളത്. വലിയ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു. അധികൃതരുടെ ഭാഗത്തും വലിയ ഇടപെടൽ ഉണ്ടായിട്ടും ഇതുവരെ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നിരവധി വീടുകളുള്ള ഒരു പ്രദേശമാണ്. സർവീസ് റോഡില്ല, ഡ്രൈനേജ് ഇല്ല, അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. ചെറിയൊരു മഴ പെയ്താൽ പോലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വലിയ വെള്ളച്ചാട്ടമാണ് ഇവിടെ ഉണ്ടാകാറുള്ളത്. അതുമാത്രമല്ല, കഴിഞ്ഞ കാലവർഷത്തിൽ ഇവിടെ റോഡ് വലിയ തോതിൽ ഇടിഞ്ഞ് താഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മോടൊപ്പം പ്രദേശവാസികൾ തന്നെ ചേരുന്നു. ആദ്യം ഷറഫുദ്ദീനാണ് ചേരുന്നത്. നിലവിൽ ഇപ്പോഴും കഴിഞ്ഞ കാലവർഷത്തിൽ കണ്ട അതേ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണ് ഈ ഒരു കാലവർഷത്തെ നിങ്ങൾ ഇവിടെ നോക്കിക്കാണുന്നത്? നമ്മുടെ ദേശീയപാതയുടെ വർക്ക് ആരംഭിച്ചിട്ട് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണെങ്കിലും ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന ആശങ്കകൾക്കും ഇതുവരെ പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ദേശീയപാത ആരംഭിക്കുന്ന തലപ്പാടിയിൽ നിന്നാണ്. അത് ചെറുക്കളയിലെത്തി ചട്ടഞ്ചാൽ ഭാഗത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസ് റോഡും ഡ്രെയിനേജും അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഇത് മലമ്പ്രദേശവും കുന്നുംപ്രദേശമാണെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ താമസിക്കുന്ന ഒരു കുറവുമില്ല. ആയിരക്കണക്കിന് വീടുകളും ജനങ്ങളുമാണ് ഇതിൻ്റെ ഇരുവശങ്ങളിലും തിങ്ങിപ്പാർക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളുകളും മറ്റെല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥലത്ത് ഉണ്ട്. അത്രയും സ്ഥാപനങ്ങൾ ജനങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഒരു കോസ്റ്റ് കട്ടിൻ്റെ ഭാഗം ഡ്രെയിനേജും സർവീസ് റോഡും ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളും മറ്റ് വാഹനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ സർവീസ് റോഡ് ഹൈവേ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത്? നമുക്ക് മാത്രം ഉപയോഗിക്കേണ്ട ഒരു റോഡല്ല ഈ നാഷണൽ ഹൈവേ, നമ്മുടെ വരും തലമുറകൾക്കും കൂടി ഉപയോഗിക്കേണ്ട ഈ റോഡാണ്. എന്തായാലും വലിയ ആശങ്ക തന്നെയാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. നമ്മോടൊപ്പം ആക്ഷൻ കമ്മിറ്റി ചെയർമാനായ അബ്ദുള്ള കൂടി ചേരുകയാണ്. നിലവിൽ ഒരു ഭീകരാവസ്ഥയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ, രാത്രിയൊക്കെ ഇതിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയം തോന്നുന്നു. ഈ കാലവർഷത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ കാലവർഷം വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും. അവർ 4 വർഷമായി ഈ വർക്ക് ഇതേമാതിരി കൊണ്ട് നടക്കുന്നൊരു പ്രവൃത്തിയാണ്. ഇവിടുന്ന് താഴോട്ടേക്ക് സൈഡ് പ്രൊട്ടക്ഷൻ വാളില്ല. 14 ആൾ മരിച്ച പ്രദേശമാണ് ഒരു ബസ് മറിഞ്ഞിട്ട്. അതിനേക്കാളും 5 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ റോഡ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം മുമ്പത്തേനേക്കാളും 5-10 മീറ്ററോളം ഹൈറ്റിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട്. അവിടെ ഒരു പ്രൊട്ടക്ഷൻ വാൾ ഇതുവരെ കൊടുത്തതായി കാണുന്നില്ല. അവരുള്ളതായിട്ട് അവർ ആരും ചോദിച്ചിട്ട് ഇവർ അറിയുന്നുമില്ല. കാലവർഷം കനക്കുന്നതോടെ വലിയ അപകട ഭീഷണിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്രത്തോളം അപകടാവസ്ഥയിലാണ് ഈ ഒരു 8 കിലോമീറ്റർ ഉള്ളതെന്നാണ്. സംസ്ഥാനത്ത് തന്നെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമുള്ളതും ഇവിടെ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ആക്ഷൻ കമ്മിറ്റിയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡ്രൈനേജ് പോലും സംവിധാനം ഒരുക്കാതെ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വലിയ മലവെള്ള പാച്ചൽ വരുന്ന സ്ഥലമാണ്. ഇനി ഈ കാലവർഷത്തിൽ എങ്ങനെയായിരിക്കും ഇവിടെ എന്നത് സംബന്ധിച്ച് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഏതായാലും ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ നേരത്തെ വലിയ ഇടപെടൽ നടത്തിയെങ്കിലും ഇതുവരെയായും ഇവിടുത്തെ പ്രവൃത്തി മന്ദഗതിയിൽ തന്നെയാണ് നീങ്ങുന്നത്. എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ ഇവിടെ വേണ്ടിവരും. നിരവധി വീടുകളുള്ള ഒരു സ്ഥലമാണ്. വാഹനങ്ങൾ ഒരുപക്ഷെ ഗതാഗതം നിരോധിച്ചുകൊണ്ട് ഒരുപക്ഷെ വഴിതിരിച്ചുവിടാം. പക്ഷേ അങ്ങനെയല്ല, ഇവിടെയുള്ള ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവരുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ പുതിയ സർക്കാരെങ്കിലും ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. കെ.വി. ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.